ഹലോ, ഞാൻ മുബഷിറാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തടാകങ്ങളുടെ നഗരമായ ഉദയ്പൂരിലാണ്. സിറ്റി പാലസിൻ്റെ മുന്നിൽ പിച്ചോള തടാകത്തിൻ്റെ തീരത്ത്. എൻ്റെ മുന്നിൽ ശാന്തമായി വിരിയുന്ന പിച്ചോള തടാകം, പിന്നിൽ രാജവംശങ്ങളുടെ ചരിത്രം പറഞ്ഞു നിൽക്കുന്ന സിറ്റി പാലസ്. വെള്ളവും കൊട്ടാരവും ചരിത്രവും ഒരുമിച്ച് ശ്വാസമെടുക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് ഇന്ന് പിച്ചോള തടാകത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. സിറ്റി പാലസിൻ്റെ മുൻപിലൂടെയാണ് ഞാൻ നടന്ന് പിച്ചോള തടാകത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഹന സൗകര്യം ലഭ്യമാണ്. അതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം എന്ന് മാത്രം. എന്നാൽ സിറ്റി പാലസിൻ്റെ ആ ചുമരുകൾ ചേർന്ന് നേരെ വലതുവശത്തേക്ക് നടന്നു കഴിഞ്ഞാൽ താഴത്ത് താജ് ഹോട്ടലിൻ്റെ വശം ചേർന്ന് നമുക്ക് ഇതാ ഈ വഴിയെ പോയാൽ പിച്ചോള തടാകത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. പിച്ചോള തടാകം ഉദയ്പൂരിൻ്റെ ഹൃദയമാണ്. 1362 ഒരു ബജാരൻ നിർമ്മിച്ച ചെറിയ തടാകം പിന്നീട് മേവാർ രാജാക്കന്മാർ വികസിപ്പിച്ചതാണ് ഇന്നത്തെ ഈ അത്ഭുത സൗന്ദര്യം. ചുറ്റും നിൽക്കുന്ന മലനിരകളും വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന കൊട്ടാരങ്ങളും ചേർന്ന് പിച്ചോള തടാകത്തെ ഒരു ജീവിച്ചിരിക്കുന്ന ചിത്രമാക്കി അവർ മാറ്റി. ഈ തടാകത്തിൻ്റെ നടുവിൽ നിലകൊള്ളുന്ന ജഗ്മന്ദിറും വെള്ളത്തിൽ പൊങ്ങുന്ന പോലെ തോന്നുന്ന ലേക്ക് പാലസും രാജകീയ ശില്പകലയുടെ അതുല്യ ഉദാഹരണങ്ങളാണ്. സന്ധ്യാസമയത്ത് സൂര്യൻ വെള്ളത്തിൽ ലയിക്കുമ്പോൾ പിച്ചോള തടാകം തൻ്റെ ഏറ്റവും മനോഹരമായ മുഖം കാണിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ പിച്ചോള തടാകത്തിൻ്റെ ഭംഗി രാത്രിയിൽ ആസ്വദിക്കണം. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ്. പിച്ചോള തടാകം വെറും ഒരു ജലാശയം മാത്രമല്ല, ഉദയ്പൂരിൻ്റെ ചരിത്രവും ആത്മാവും ജന്മം കൊണ്ട സ്ഥലമാണ് ഇത്. നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തുവർഷം 1362 ഒരു ബജാരനായ പിച്ചോ ബജാരനാണ് ആദ്യമായി ഇവിടെ ഒരു ചെറിയ തടയണ നിർമ്മിച്ചത്. ഈ തടാകത്തിന് തുടക്കമിടുന്നതും അവിടെ നിന്നാണ്. അതിനാലാണ് ഈ ജലാശയത്തിന് പിച്ചോള എന്ന പേര് ലഭിച്ചത്. പിന്നീട് മേവാർ രാജവംശത്തിലെ മഹാരണന്മാർ ഈ തടാകത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു അതിനെ രാജകീയ സ്വപ്നമായി വികസിപ്പിച്ചു. 1568 ചിത്തോർഗഡ് വീണതിന് ശേഷം മഹാറാണ ഉദയ് സിംഗ് രണ്ടാമനാണ് ഈ പ്രദേശത്ത് പുതിയ തലസ്ഥാനമായി ഉദയ്പൂർ സ്ഥാപിച്ചത്. ആരവല്ലി മരനിലകളുടെ സംരക്ഷണത്തിൽ പിച്ചോള തടാകത്തെ ആധാരമാക്കി ഉയർന്ന ഈ നഗരം യുദ്ധവും വെള്ളക്കുറവും നിറഞ്ഞ കാലത്ത് മേവാറിന് സുരക്ഷയും സമൃദ്ധിയും നൽകി. തടാകത്തിൻ്റെ നടുവിൽ പണിത ജഗ്മന്ദിർ രാജാക്കന്മാർക്ക് ആശ്രയസ്ഥലവും അതിഥികളെ സ്വീകരിക്കുന്ന രാജകീയ വേദിയായും പ്രവർത്തിച്ചു. പിന്നീട് അതേ ആശയത്തിൽ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളത്തിൻ്റെ മേൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ നിർമ്മിച്ചതാണ് താജ് ഹോട്ടൽ. സമയം രാത്രിയായി. ഞാനിപ്പോൾ നിൽക്കുന്നത് പിച്ചോള തടാകത്തിൻ്റെ തീരത്ത് സിറ്റി പാലസിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഗംഗൗർ ഘട്ടിലാണ്. ഉദയ്പൂരിൻ്റെ ആത്മാവിന് ഏറ്റവും ആഴത്തിൽ അനുഭവിക്കുന്ന ഇടങ്ങളിലൊന്നാണ് ഇത്. ഇത് വെറും ഒരു ഘാട്ട് മാത്രമല്ല, വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാജകീയ പാരമ്പര്യത്തിൻ്റെയും ജീവനുള്ള വേദിയാണ്. ഈ ഘാട്ടിന് പേര് ലഭിച്ചത് രാജസ്ഥാനിലെ പ്രശസ്തമായ ഗംഗൗർ ഉത്സവത്തിൽ നിന്നാണ്. ദേവി ഗൗരിയെ, അതായത് പാർവതിയെ സമർപ്പിച്ച വിവാഹ സൗഖ്യത്തിനും കുടുംബ സമാധാനത്തിനും സ്ത്രീകൾ ആരാധിക്കുന്ന ഈ ഉത്സവകാലത്ത് രാജകീയ ഘോഷയാത്രകൾ ഗംഗൗർ ഘട്ടിലൂടെ പിച്ചോള തടാകത്തിലേക്ക് കടന്നിരുന്നു. ദേവീ വിഗ്രഹങ്ങളെ വെള്ളത്തിലേക്ക് സമർപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉദയ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആചാരങ്ങളിൽ ഒന്നായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. മേവാർ രാജവംശത്തിൻ്റെ കാലത്ത് ഗംഗൗർ ഘട്ട് രാജകീയ ചടങ്ങുകൾക്കും മതപരമായ ആചാരങ്ങൾക്കും പ്രധാന കേന്ദ്രമായിരുന്നു. ആരവല്ലി മരനിലകളുടെ നിഴലിൽ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന കൊട്ടാരങ്ങളോടൊപ്പം ഈ ഘാട്ട് രാജകീയ ശാന്തതയെ പ്രതിനിധീകരിച്ചു. ഇന്ന് ഗംഗൗർ ഘട്ട് ഫോട്ടോഗ്രാഫർമാർക്കും യാത്രക്കാർക്കും സിനിമാ പ്രേമികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. പിച്ചോള തടാകത്തിൽ നിശബ്ദമായി നീങ്ങുന്ന ബോട്ടുകളും വെള്ളത്തിൽ ലയിക്കുന്ന സൂര്യാസ്തമനവും കാലം ഇവിടെ അല്പം മന്ദഗതിയിലാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കും. പിച്ചോള തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ പകൽ കാണുന്ന സൗന്ദര്യത്തെക്കാൾ ശാന്തവും ആഴവുമുള്ള ഒരു ഉദയ്പൂരാണ് എൻ്റെ മുന്നിൽ. വെള്ളത്തിന് മേൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകൾ, അലകളിൽ വിറയുന്ന പ്രകാശങ്ങൾ, ദൂരത്ത് തിളങ്ങുന്ന കൊട്ടാരങ്ങൾ, ഇവയെല്ലാം ചേർന്ന് നഗരം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഗംഗൗർ ഘാട്ടിൻ്റെ പടികളിലൂടെ ഒഴുകുന്ന കാറ്റ് ചരിത്രത്തിൻ്റെ പഴയ കഥകൾ മൃദുവായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പകൽ തിരക്കിലുണ്ടായിരുന്ന ഈ നഗരം രാത്രിയിൽ ആത്മാവിനോട് മാത്രം സംസാരിക്കുന്ന ശാന്തമായി മാറുന്നു. പിച്ചോള തടാകത്തിൻ്റെ നടുവിൽ വെള്ളത്തിൽ പൊങ്ങുന്ന പോലെ തെളിയുന്ന ലേക്ക് പാലസ് രാത്രിയുടെ ഇരുണ്ട ക്യാൻവാസിൽ വരച്ച ഒരു രാജകീയ ചിത്രം പോലെ. ഉദയപൂരിൻ്റെ ആ രാത്രികൾ ഉറങ്ങുന്നില്ല. അത് വെളിച്ചത്തിൻ്റെയും നിശബ്ദതയുടെയും ഇടയിൽ സ്വന്തം ചരിത്രം മൃദുവായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി പിച്ചോള തടാകത്തിൻ്റെ തീരം മറ്റൊരു മുഖം കാണിക്കുന്നു. ശാന്തത മാത്രമല്ല, ജീവിതവും ആഘോഷവും ഇവിടെ നിറയുന്നു. രാജസ്ഥാനി നൃത്തങ്ങളുടെ താളം, നിറങ്ങളുടെ ചലിക്കുന്ന വേഷങ്ങൾ, ചെറു കളികളും തെരുവ് വിനോദങ്ങളും ഈ ഘാട്ട് ഒരു തുറന്ന വേദിയായി മാറുന്നു. സഞ്ചാരികളുടെ കൂട്ടങ്ങൾ, കൈകോർത്ത് നടന്നു പോകുന്ന ദമ്പതികൾ, ചിരിയും സംഭാഷണവും നിറഞ്ഞ തിരക്ക്, ഇവയെല്ലാം ചേർന്ന് ഈ രാത്രി കൂടുതൽ ജീവനുള്ളതാക്കുന്നു. വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന വിളക്കുകൾക്കിടയിൽ നൃത്തവും സംഗീതവും ചലനവും ഒരുമിച്ച് ഒഴുകുമ്പോൾ ചരിത്രമുള്ള ഈ സ്ഥലം ഇന്നത്തെ സന്തോഷത്തിൻ്റെ വേദിയായി മാറുന്ന കാഴ്ച അത്ഭുതകരമാണ്. പിച്ചോള തടാകത്തിൻ്റെ തീരത്ത് ഉദയപൂർ രാത്രി ആഘോഷിക്കുന്നു. ചരിത്രവും സംസ്കാരവും ഇപ്പോഴത്തെ ജീവിതവും ഒരേ താളത്തിൽ. ഈ തെരുവിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ പിച്ചോള തടാകത്തിൻ്റെ മനോഹരമായ വാക്കിംഗ് ബ്രിഡ്ജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. രാത്രിയിൽ പിച്ചോള തടാകത്തിലെ ഈ വാക്കിംഗ് ബ്രിഡ്ജ് കടക്കുമ്പോൾ നേരെ നീല കൊണ്ടാണ് ചരിത്രവും പ്രണയവും മിഴിമാറ്റത്തിൽ കാണുന്നത്. ബ്രിഡ്ജിൻ്റെ ഇരുവശവും തെളിയിച്ച വെളിച്ചങ്ങൾ, വെള്ളത്തിലെ തിളക്കം, കൈകോർത്ത് നടക്കുന്ന ദമ്പതികൾ, രാത്രിയിലെ ശബ്ദവും സംഗീതവും ഇവയെല്ലാം ചേർന്ന് ഒരു മായാജാലമാണ് സൃഷ്ടിക്കുന്നത്. ഒറ്റയ്ക്കാണെങ്കിലോ കൂട്ടമായാണെങ്കിലോ നിങ്ങൾ ആലാപനങ്ങൾ, വിളക്കുകൾ എന്നിവയുടെ സാന്നിധ്യം ഒരു റൊമാൻറ്റിക് അനുഭവമാകാൻ സഹായിക്കുന്നു. വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന കൊട്ടാരങ്ങളും പല ഹോട്ടലുകളിലെ കാൻഡിൽ ലൈറ്റ് ഡിന്നറുകളും ജലം മറഞ്ഞു നിന്ന ഗ്ലോറിയും ഇവയെല്ലാം ചേർന്ന് പിച്ചോള തടാകത്തിലെ രാത്രി മറക്കാനാവാത്ത ഒരു അനുഭവമായി യാത്രക്കാർക്കും ഇവിടുത്തെ നാട്ടുകാർക്കും ഓർമ്മയുണ്ടാകുന്നു. പിച്ചോള തടാകത്തിൻ്റെ ശാന്തതയും ഗംഗൗർഘട്ടിൻ്റെ ചരിത്രവും രാത്രിയിലെ ലൈറ്റുകളും സംഗീതവും നൃത്തവും ആഘോഷവും ഇവയെല്ലാം ചേർന്ന് ഉദയപൂരിനെ ഒരു ജീവിക്കുന്ന കഥയാക്കി മാറ്റുന്നു. രാജസ്ഥാൻ്റെ മറ്റൊരു മനോഹാരിതയുമായി തിരിച്ചെത്തുന്നത് വരെ ബൈ.